താറ് 5 ഡോർ ഇറങ്ങി. താറ് റോക്സ് എങ്ങനെയുണ്ട്? എല്ലാവരും അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് താറിനെ പറ്റിയാണ്. ഇത് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 18.5 ലക്ഷം രൂപക്ക് 3 ഡോർ താറ്. 3 ഡോർ പറയുമ്പോൾ മുന്നിൽ 2 ഡോറും ഈ ഒരു ഡോറും ബാക്കത്തെ ഡോർ അടക്കം 3 ഡോർ താറ്. അതേപോലെ ഇപ്പോൾ 5 ഡോർ താറ് ഇറങ്ങിയപ്പോൾ ഈ 3 ഡോർ താറില്ല ആൾക്കാരൊക്കെ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് താറിനെ പറ്റി കുറച്ച് സംസാരിക്കാം. ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി സെയിലിനുള്ള പോസ്റ്റ് ഇട്ട് ഞാൻ ഫേസ്ബുക്കിൽ. ആ ഫേസ്ബുക്കിൽ താറിൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ ഒട്ടനവധി ആളുകളാണ് കമൻറ്റ് ബോക്സിൽ വന്നത്. 18.5 ലക്ഷം രൂപക്ക് ഈ 3 ഡോർ താറ് എടുക്കുന്നതിന് പകരം 13 ലക്ഷം രൂപക്ക് നമുക്ക് 5 ഡോർ താറ് കിട്ടുന്നില്ലേ, അതെടുത്തൂടെ, എന്തിനാണ് ഇത് എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ടില്ല ഒരുപാട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളെ പഠനത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മളെ ദീർഘവീക്ഷണം ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ 3 ഡോർ താറെടുത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ കണ്ടോളി. നിങ്ങൾ പേടിച്ചണോ പേടിച്ചണ്ടേന്നൊക്കെ ഈ വീഡിയോയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ ഈ ഒരു വണ്ടി 18 ലക്ഷം രൂപ ചോദിക്കുന്നത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഏകദേശം 22 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാട്ടത്. അതായത് ഡീസൽ എഞ്ചിനിൽ 4 വീൽ ഡ്രൈവ് വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഏറ്റവും ഫുൾ ലോഡ് വണ്ടിക്കാണ് ഇപ്പോൾ നമ്മൾ യൂസ്ഡ് കാറിൽ 18 ലക്ഷം ചോദിച്ചത്. സംഭവം ശരിയാണ്. 5 ഡോർ താറ് വന്നിട്ടുണ്ട്. കിഡിലൻ ലുക്കിൽ കിഡിലൻ ഫീച്ചേഴ്സോട് കൂടി ഏതൊരു ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു 4-5 പേർക്ക് അടിപൊളി യാത്ര ചെയ്യാനും ഓഫ് റോഡിനൊക്കെ പറ്റുന്ന സെറ്റപ്പിൽ തന്നെയാണ് മഹീന്ദ്ര പുറത്തിറക്കിയത്. ആ വണ്ടിൻ്റെ പ്രൈസിങ് കണ്ട സത്യത്തിൽ നമ്മൾ നെട്ടൂലേ. 13 ലക്ഷം 15 ലക്ഷം രൂപയൊക്കെയാണ് നമ്മൾ ഔട്ട് ചെയ്ത പ്രൈസ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് ഞാൻ മനസ്സിലാക്കിയത് എക്സ് ഷോറൂം പ്രൈസാണ്. അതും തന്നെ ഏറ്റവും ലോ വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഒക്കെ വിലയാണ് ഈ 13 ലക്ഷം രൂപ ഒക്കെ വില വന്നത്. ആ വണ്ടി തന്നെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 16-17 ലക്ഷം രൂപയൊക്കെ എന്താവും നമുക്ക് വില വരും. ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ഒരു വാഹനം ഉണ്ടല്ലോ, ആ ഒരു വാഹനം ഏറ്റവും ഫുൾ ലോഡ് വേരിയൻ്റാണ്. അപ്പോൾ ആ ഒരു ഫുൾ ലോഡ് വേരിയൻറ്റിനൊക്കെ മഹീന്ദ്ര താറ് 5 ഡോറ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി പുറത്ത് വരുമ്പോൾ എൻ്റെ കാൽക്കുലേഷനിൽ ഒരു 25-30 ലക്ഷം രൂപേൻ്റെ അടുത്ത് എന്തായാലും വില വരാൻ സാധ്യതയുണ്ട്. മഹീന്ദ്ര അതിൻ്റെ പ്രൈസ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 30 ലക്ഷം രൂപയോളം നമ്മൾ 5 ഡോറ് താറിന് വില വരും. അപ്പോഴാണ് ഈ വണ്ടിക്ക് നമ്മൾ വിലൻ്റെ ഡിഫറൻസ് കണക്കൂട്ടുണ്ട്. 3 ഡോറ് നമുക്ക് 18 ലക്ഷം രൂപക്ക് കിട്ടും. 1-2 ട്രോളൊക്കെ കണ്ടിരുന്നു. കാരണം ഈ 3 ഡോറ് താറൊക്കെ ചെറിയ വിലക്ക് കിട്ടും, ഇനി 10 ലക്ഷത്തിനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വാങ്ങിക്കാമെന്നുള്ള കമൻറ്റൊക്കെ കണ്ടിരുന്നു. 3 ഡോറ് താറെടുത്ത ആൾക്കാരൊക്കെ ആകെ അവതാളത്തിലായി എന്നൊക്കെ എല്ലാ കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു. അങ്ങനെ 3 ഡോറ് താറെടുത്ത ആൾക്കാരൊക്കെ അവതാളത്തിലാവോ, അതിമൊക്കെ നഷ്ടം വരുമോ, റീസെയിൽ മാർക്കറ്റ് അടിയിക്ക് വരുമോ എന്നൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ മഹീന്ദ്ര താറിൻ്റെ ഒരു ചരിത്രം കൂടി നമുക്ക് പറയേണ്ടി വരും പറഞ്ഞുതരാം. അതായത് ഈ ഒരു വീഡിയോ കൂടുതലായിട്ടൊന്നുമില്ല, മഹീന്ദ്ര താറിനെ പറ്റി മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മളൊരു യൂസ്ഡ് കാർ സെഗ്മെൻറ്റിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുക എന്താ വെച്ചാൽ അവർക്ക് യൂസ്ഡ് കാറിൽ എടുത്താൽ പൈസ പോവോ, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിൻ്റെ മാർക്കറ്റ് എന്താവും എന്നൊക്കെ അറിയാനായിരിക്കും. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മൾ കുറച്ച് പുറകോട്ട് പോവാം. അതായത് 1990കളിൽ, അതായത് 90 മുതൽ 94-95 കാലഘട്ടത്തിലൊക്കെ DI എഞ്ചിനിൽ മഹീന്ദ്ര DI ജീപ്പ് പുറത്തിറക്കി. അതിനുശേഷം MD വന്നു. 96-ലൊക്കെ MD വന്നു. അതിനുശേഷം MDI വന്നു. അങ്ങനെ 2000-2005 കാലഘട്ടത്തിലൊക്കെ മേജർ ജീപ്പ് വന്നു. അങ്ങനെ ഇതൊക്കെ വൻ വിജയകരമായി പോകുന്ന സമയത്താണ് 2010 ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. 9-10 കാലഘട്ടത്തിൽ അങ്ങനെ മഹീന്ദ്ര പുതിയൊരു വണ്ടി ഇറക്കാൻ പോകുന്നുണ്ട്, താറ് പുറത്തിറക്കാൻ പോകുന്നു 2010 വന്നപ്പോൾ 2010 വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയായിരുന്നു മേജർ. 4 വീലിലും മാനുവലിലൊക്കെ മേജർ അത്യാവശ്യം വിറ്റുകൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് ഡൗണായി. അതായത് എല്ലാവരും താറിനെ വെയിറ്റ് ചെയ്ത് നിന്നു. താർ ഇറങ്ങാൻ പോവാണ്, ഇനി ആരും മേജർ വാങ്ങൂല എന്ന് കണ്ടിട്ട് മേജർ ജീപ്പിന് അന്ന് കാലത്ത് 2010 മഹീന്ദ്ര കമ്പനി ഓഫർ ഇട്ട് വിറ്റു എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഒരു പുതിയൊരു അപ്ഡേഷൻ വണ്ടി വരുമ്പോൾ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് മേജർ ഒന്ന് അടിയിൽ പോയി. അതായത് മേജർ അന്ന് 4-5 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് അന്ന് മേജർ DI 4 വീലൊക്കെ ഒരു 5-5.5 ലക്ഷം രൂപക്കൊക്കെ മഹീന്ദ്ര ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി വാങ്ങിക്കാൻ കിട്ടിയിരുന്നു എന്ന് 2010. അങ്ങനെ 2011 മഹീന്ദ്ര താറ് പുറത്തിറങ്ങി. 2011 ആദ്യമായി താറ് വരുന്നത്. താറ് DI എൻജിൻ മാത്രമാണ് അന്ന് 2011 കാലഘട്ടത്തിൽ താറ് പുറത്തിറക്കിയത്.
അത് നമ്മൾ ലീഫ് സെറ്റൊക്കെ വരുന്ന അത്യാവശ്യം ഓഫ് റോഡിനൊക്കെ പറ്റിയ കിഡിലൻ സെറ്റപ്പിലാണ് താർ DI വന്നത്, സെൻസർ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെ 2012 കൂടി താർ CRDI എഞ്ചിൻ, AC-യും പവർ സ്റ്റാരിങ്ങും ഒക്കെ എല്ലാവരും ഓപ്ഷനൊക്കെ വന്നു. അതായത് ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ 3 ഡോർ താറില്ലേ പോലെ തന്നെ അടുത്ത അപ്ഡേഷൻ 5 ഡോർക്ക് വന്നപ്പോൾ എന്തൊക്കെ വന്നു? സീറ്റ് വെന്റിലേഷൻ വന്നു, പനോരമിക് സൺ റൂഫ് വന്നു, അതേപോലെ 5 ഡോർ ബൂട്ട് സ്പേസ് ആഡായി, അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയാണ് ഇപ്പോഴത്തെ താർ 5 ഡോർ ഇറങ്ങി. അതേപോലെ തന്നെ അന്നും മേജറിന് ശേഷം DI വന്നു, DIക്ക് ശേഷം CRDI വന്നപ്പോൾ AC പവർ സ്റ്റാരിങ്ങും ഒക്കെ കയറ്റി ഒരു കിഡിലം ലുക്കിൽ തന്നെ താർ CRDI വന്നു. എന്തായി? അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും കരുതിയത് മേജർ പറ്റടി പോയി എന്നാണ്. ഇനി വേറൊരു കാര്യം പാടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂവിൽ 2011 ഇറങ്ങിയ DI താറിൻ്റെ വില ഏകദേശം എത്ര? ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2011 DI 4 വീലൊക്കെ നമുക്കൊരു 5 ലക്ഷം രൂപ ആവറേജ് കേട്ടോ. അത് 4.5 ആവാം 5.5 ആവാം വണ്ടീൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. ഒരു 5 ലക്ഷം രൂപയാണ് 2011 DI താർ 4 വീലിൻ്റെ മാർക്കറ്റ് വാല്യൂ. നല്ല അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ് DI താറൊക്കെ 4 വീൽ ഡ്രൈവ് വരുന്നത്. പക്ഷേ അന്ന് എല്ലാവരും ചവിട്ടിയ മേജറിൻ്റെ വില എത്ര അറിയാം നിങ്ങൾക്ക്? 2010 വണ്ടി 4 വീൽ ഡ്രൈവ് നല്ല വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപയിലും ചുരുങ്ങിയത് കൊടുക്കണം. അന്ന് 5 ലക്ഷം രൂപ പുതിയ ഉണ്ടായിരുന്ന വണ്ടി ഇന്ന് 7 ലക്ഷമെങ്കിലും കൊടുക്കണം. അതായത് അന്ന് എല്ലാവരും മേജറിന് ചവിട്ടി മേജർ ഓഫറിലൊക്കെ കൊടുത്തിരുന്ന വണ്ടി കഴിഞ്ഞിട്ട് വന്ന വണ്ടിയാണ് DI താർ. DI താർ 5 ലക്ഷം രൂപക്ക് കിട്ടുമ്പോൾ മേജറിന് ഇപ്പോഴും 6-7 ലക്ഷം രൂപ കൊടുത്താൽ നല്ല 4 വീൽ ഡ്രൈവ് മേജർ നല്ല ജീപ്പ് കിട്ടും. ഞാൻ നല്ല വണ്ടീൻ്റെ മാർക്കറ്റ് വാല്യൂ റീസെയിൽ മാർക്കറ്റ് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായിപ്പോൾ അന്ന് മേജറിനെ ചവിട്ടിയാലേറെ DIൻ്റെ മേലെയാണ് ഇപ്പോൾ മേജർ നിൽക്കുന്നത്. ഇനി വേറൊരു കാര്യം അവിടെ പറഞ്ഞുതരാം. CRDI താർ വന്നത് എങ്ങനെ? ഫീച്ചേഴ്സൊക്കെ ആഡായി. ഈ DI ജീപ്പിനെക്കാട്ടിലും ഓൺ റോഡ് പ്രൈസ് കൂടിയിട്ടാണ് DI താറിൻ്റെ മുന്നിൽ CRDI വന്നത് കിഡിലെ ലുക്കിൽ. പക്ഷേ 2011 CRDI താറിപ്പോൾ ഒരു 4-4.5 കിട്ടുമ്പോൾ ഈ CRDI താറിൻ്റെയിലേറെ വില കൂടുതൽ ഇതിനാണ് DI താറിനാണ്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാണ് ഞാൻ പറയുന്നത്, പുതിയ വണ്ടീൻ്റെ അല്ല പറയുന്നത്, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാണ് സംസാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു സെഗ്മെൻറ്റ് വണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ മഹീന്ദ്രനെ മാത്രം പറയണത്, മഹീന്ദ്രൻ്റെ ചരിത്രത്തിൽ ബാക്കിലുണ്ടായിരുന്ന വണ്ടിക്ക് ഒരിക്കലും റീസെയിൽ മാർക്കറ്റ് അടിക്ക് പോകുന്ന ചരിത്രമല്ല. ചിലപ്പോൾ 1-2 വർഷം ആ ടൈമിലൊന്ന് അടിക്ക് നിന്നാലും 3-4-5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും പഴയത് ആൾ പുലി തന്നെയാണ്. കാരണം മേജറാണ് ഇപ്പോൾ മേലെ, അതിൻ്റെ അടിയിൽ DI താർ നിൽക്കണ്, അതിൻ്റെ അടിയിൽ CRDI നിൽക്കണ്. CRDI താർ കഴിഞ്ഞിട്ട് വന്നതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച ന്യൂ ഷേപ്പ് താർ വന്നത്. അതിൻ്റെയൊക്കെ വില എവിടെയാണ് കിടക്കുന്നത്? അതായത് ഈ താർ DI CRDI ഒക്കെ ഇറങ്ങിയപ്പോൾ 8-10-12 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന വണ്ടി ഇപ്പോൾ ഏറ്റവും ഫുൾ ലോഡ് താറിന് 22 ലക്ഷം രൂപ വില വരും. ഇനി 5 ഡോർ ഏറ്റവും ഫുൾ ലോഡ് താറിന് എന്തായാലും ഒരു 30 ലക്ഷം രൂപേൻ്റെ അടുത്ത് വില വരും. അപ്പോൾ എന്താവും? ഈ 3 ഡോർ താറും 5 ഡോർ താറും നിങ്ങൾ ഇനി ഒരേമാതിരി വെക്കും. ഇത് 3 ഡോറും ഇത് 5 ഡോറും ആയിക്കോട്ടെ. ഈ 3 ഡോറും 5 ഡോർ താറും റോട്ടിലിറങ്ങി ഒരു കൊല്ലം ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഇത് ഓരോ ആളുകൾക്കും ഓരോ പർപ്പസാണ്. ഈ 3 ഡോർ താർ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ കുടുങ്ങിയിരുന്നു. എങ്ങനത്തെ ആൾക്കാരെ കുടുങ്ങിയിരുന്നോ? പെട്ടെന്ന് ആൾക്കാർ 3 ഡോർ താർ വാങ്ങിയാണ്ട് വിറ്റീനു. എങ്ങനത്തെ ആൾക്കാരെ വിറ്റീന്ന് വെച്ചാൽ ഓലിത് വാങ്ങി പെരയിൽ കൊണ്ടുപോയി വീട്ടിലത്തെ ആളുകളെ വണ്ടിക്ക് കയറ്റുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ബാക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങണമെങ്കിൽ മുന്നത്തെ ആൾ ഇറങ്ങണം. അങ്ങനെ ഒരു യാത്രക്ക് പറ്റിയൊരു വണ്ടിയല്ല, ഒരു യാത്രാ കംഫേർട്ട് കമ്മി. അതുകൊണ്ട് അത്തരം പർപ്പസിന് പറ്റാത്ത ആളുകൾ, ബൂട്ട് സ്പേസ് ഇല്ല, അത്തരം പർപ്പസിനൊന്നും പറ്റാത്ത ആളുകളാണ് ഈ വണ്ടി പെട്ടെന്ന് വിറ്റിരുന്നത്. പക്ഷേ വേറൊരു സെഗ്മെൻറ്റ് ആൾക്കാരുണ്ട്, ഓഫ് റോഡ് പർപ്പസ്, ഈ ലുക്കിൽ അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാർ, വണ്ടിനെ അങ്ങനെ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി കൊണ്ടിറക്കേണ്ട ആൾക്കാർക്കൊക്കെ ഈ താറ് കിഡിലായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, അവരിനിയും ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു താറ്, അതായത് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ 5 ഡോർ അല്ല, ഇതിൻ്റെ മുന്നത്തെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച താറ് നിങ്ങൾക്ക് ഓഫ് റോഡിന് വള്ളത്തു കൂടെയൊക്കെ പോകാനുള്ള സെറ്റപ്പിലാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. റൂഫിൽ സൺ റൂഫ് കാര്യങ്ങളൊന്നുമില്ല, ഡോർ പേഡിൽ സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ റൂഫിലാണ് സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഇൻറ്റീരിയറൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിക്ക് ഇനി കുറച്ച് ചളിയോ വെള്ളമോ ഒക്കെ കയറിയാലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ഇനി നമ്മൾ 5 ഡോർ താർക്ക് വരുമ്പോൾ 4 വീലുണ്ട്, ഓഫ് റോഡിന് പറ്റും, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന് നല്ല ക്യൂട്ട് ഇൻറ്റീരിയറാണ്, വെള്ള കളർ ഇൻറ്റീരിയറാണ്.
ഫാമിലി ഓറിയൻറ്റഡ് പർപ്പസിലുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇനി ഉപകാരപ്പെടുക ഈ വണ്ടിയാണ്. കാരണം ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേറ്റവും ഓഫ് റോഡ് കൂടി പോയി കളിക്കാൻ ഈ ഓഫ് റോഡേഴ്സിന് കുറച്ച് മടി ഉണ്ടാവും. കാരണം അതിൻ്റെ ഇൻറ്റീരിയർ അങ്ങനെയാണ്, അത്രത്തോളം ഫീച്ചേഴ്സ് അതിൽ ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓഫ് റോഡിൽ കളിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതേപോലെ ഈ 5 ഡോർ താറും 3 ഡോർ താറും നോക്കുമ്പോൾ 3 ഡോർ താറിനാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 5 ഡോറിന് ലേശം ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്മിയാണെന്ന് സംശയമുണ്ട്. അപ്പോൾ അത്തരം ഇത് രണ്ട് പർപ്പസിൽ തന്നെ കണക്കൂട്ടാൻ പറ്റിയ വണ്ടിയാണ്. ഒരേ കാറ്റഗറിയിൽ താരതമ്യം ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ മടിക്കേണ്ടി വരും. കാരണം 5 ഡോർ താറ് വേറൊരു ലെവലിലേക്ക് പോയി, 3 ഡോർ താറ് ആ തട്ടിൽ അവനേ ഉള്ളൂ, അത് അതേപോലെ തന്നെ നിലനിൽക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ 3 ഡോർ താറ് മോശമൊന്നുമില്ല. ഇതേ 3 ഡോർ താറിൻ്റെ ലുക്ക് തന്നെയാണ് 5 ഡോറും വന്നത്. 5 ഡോറിൻ്റെ ബാക്ക് ഷേപ്പ് കൊണ്ടും ഈ ഏറ്റവും പുറകുവശം കൊണ്ടൊക്കെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയതാണ് പറയാൻ പോകുന്നത്. 3 ഡോർ താറ് ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും പേടിച്ചണ്ട. വണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒന്നും ഒറ്റയടിക്ക് താഴെ പോവില്ല. ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടും ഇപ്പോൾ ചെറിയ ചവിട്ടും ഉണ്ടാവും. കാരണം എല്ലാവരും 5 ഡോർ താർക്ക് മാറാൻ പോവാണ്. ആ 5 ഡോർ താർ ഇറങ്ങി അത് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ പർപ്പസും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ താറിൻ്റേതായിട്ടുള്ള ആളുകളുണ്ടാവും. കാരണം 28-30 ലക്ഷം രൂപ കൊടുത്ത് ഏറ്റവും ഫുൾ ലോഡ് വാങ്ങിക്കുമ്പോൾ ഇതൊരു 15-18 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഇത് ഫുൾ ലോഡ് കിട്ടുമ്പോൾ ഒരു 10 ലക്ഷം റുപ്യേൻ്റെ ഡിഫറൻസിൽ ഫാമിലി പർപ്പസ് വേണ്ടാന്നുള്ള ആളുകൾക്കാണെങ്കിൽ ഈ 3 ഡോർ താർ എന്തുകൊണ്ടും വിറ്റുപോകും. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒന്നും ഒറ്റയടിക്ക് താഴെ പോകാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. പിന്നെ ഈ 3 ഡോർ താറിന് മെയിൻ്റനൻസ് വളരെ കമ്മിയാണ്. മെയിൻ്റനൻസ് വന്നാലും ചെറിയ പൈസയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായി പരിചയപ്പെടുത്താനുള്ളത്. ഒട്ടനവധി ട്രോളുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ 3 ഡോർ താറിന് ഒട്ടനവധി ആളുകൾ ചവിട്ടിയപ്പോഴൊക്കെ ചെറിയൊരു നമ്മളൊരു വിശദീകരണം തരാൻ കരുതി വന്നതാണ്. 5 ഡോർ താറ് ഒരിക്കലും മോശമല്ല കേട്ടോ. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ കയ്യിൽ കിട്ടണം. എനിക്ക് ഒറ്റക്ക് ഓട്ടി ഒന്ന് അതിനെ പറ്റി എല്ലാ ഭാഗവും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്ലസും മൈനസൊക്കെ നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് പരിചയപ്പെടുത്തും. ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടില്ല, ഓടിച്ചിട്ടില്ല, അതുകൊണ്ടൊന്നും അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അഭിപ്രായം പറയണില്ല. അതായത് ഇതിനെപ്പറ്റി മഹീന്ദ്രൻ്റെ റിവ്യൂ കാര്യങ്ങൾ അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാതെയാണ് മഹീന്ദ്ര താറ് 5 ഡോർ പുറത്തിറക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു പ്രൈസിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് മഹീന്ദ്ര താറ് 5 ഡോർ. കാരണം ഫാമിലി പർപ്പസിനും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രീമിയം സെഗ്മെൻറ്റ് ഉപയോഗിക്കണ പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മോഡൽ തന്നെയാണ് മഹീന്ദ്ര താറ് 5 ഡോർ പുറത്തിറങ്ങിയത്. അതിറങ്ങിയെന്ന് കരുതിയിട്ട് ആരും 3 ഡോർ താറിനെ കുറ്റം പറയണ്ട. കാരണം അവൻ്റെ തട്ട അവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഴയ ചരിത്രങ്ങളൊക്കെ മഹീന്ദ്ര, അതായത് ഈ താറ് DI ജീപ്പ് അതിൻ്റെ ചരിത്രമായിട്ടാണ് ഞാൻ പറഞ്ഞത്. മഹീന്ദ്രക്ക് ഒട്ടനവധി വാഹനങ്ങളുണ്ട്, XUV ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. അതൊക്കെ പഴയ വണ്ടി പുതിയ വണ്ടിയൊക്കെ മാർക്കറ്റിൽ പല വ്യത്യാസങ്ങളുണ്ടാവും. നമ്മളിന്ന് സംസാരിച്ചത് DI, MDI, മേജർ, DI താറ്, CRDI താറ്, ഇപ്പോൾ പുതിയ ഇറങ്ങിയ താറ് 5 ഡോർ താറ്, ഇവരെ ചരിത്രം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെ ചരിത്രം ബാക്കിലേക്ക് നോക്കുമ്പോൾ ആദ്യം മുതലുള്ള വണ്ടിക്കിൻ്റെ തട്ടൊന്നും ഇതുവരെ താന്നിട്ടില്ല. അപ്പോൾ 3 ഡോറിൻ്റെ തട്ടും അതേപോലെ തന്നെ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എൻ്റെ നിഗമനം മാത്രം, എൻ്റെ അഭിപ്രായം മാത്രമാണ് പങ്കുവച്ചത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പുതിയൊരു വീഡിയോയിട്ടൊക്കെ അധികം വൈകാതെ വരാം. ഒട്ടനവധി പുതിയ സ്റ്റോക്ക് വാഹനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടൊക്കെ നമ്മുടെ ചാനലിൽ വരും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. ഇനിയിപ്പോൾ DI എഞ്ചിൻ ഉണ്ടായില്ലേ, DI എഞ്ചിനും അത്യാവശ്യം നല്ല വില കേട്ടോ. 4 വീല് DIക്കൊക്കെ ഇപ്പോൾ 2-2.25 എപ്പോഴും വില ഉണ്ട്. അതിൻ്റെ മുന്നേ 500 ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മഹീന്ദ്രൻ്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം. ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.